നമസ്കാരം. ഞാൻ ദേവിദാസ് വാര്യർ, മാനേജിംഗ് ഡയറക്ടർ ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ്. നമ്മുടെ അനൂപ് ജി ഒരാഴ്ച 10 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് ആയുർവേദത്തിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് ഡോക്യുമെൻ്ററി ഫിലിം എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അപ്പോഴാണ് അനൂപ് ജി പറഞ്ഞത് ഇങ്ങനെ ആയുർവേദം എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സും മാത്രമല്ല, അതിൽ ഗവേഷണമുണ്ട്, അക്കാഡമിക്സ് ഉണ്ട്, ക്ലിനിക്കൽ സൈഡ് ഉണ്ട്, പ്രോഡക്ട്സും ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ കംപ്ലീറ്റ് A to Z ഓഫ് ആയുർവേദ. അതിൽ ആര്യവൈദ്യ ഫാർമസിയുടെ പങ്ക് ലോകം അറിയണത് അനൂപ് ജി മനസ്സിലാക്കിയത്, ആര്യവൈദ്യ ഫാർമസി എല്ലാ കാലത്തും ആയുർവേദത്തിൻ്റെ സയൻറ്റിഫിക് ലോജിക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള, പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. 1974-75 കാലത്ത് എൻ്റെ അമ്മാമൻ ശ്രീ കൃഷ്ണകുമാർജി എൻ്റെ കാലത്തിൻ്റെ മുമ്പ് ഉള്ള മാനേജിങ് ഡയറക്ടറായിരുന്നു. അങ്ങേര് WHO അപ്രോച്ച് ചെയ്തിട്ട് ആയുർവേദം എങ്ങനെയാണ് ഒരു ഗ്ലോബൽ സിസ്റ്റം ഓഫ് മെഡിസിൻ, യൂണിവേഴ്സൽ ഒരു റീച്ചിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചർച്ച നടത്തിയിരുന്നു. അന്ന് നമ്മളുടെ അടുത്ത്, അങ്ങേരുടെ അടുത്ത് അങ്ങേരുടെ എക്സ്പ്ലനേഷനും വിമർശനമൊക്കെ കേട്ട് ചോദിച്ച ചോദ്യം, മിസ്റ്റർ കൃഷ്ണകുമാർ, ആർ യു ടോക്കിംഗ് അബൌട്ട് ബ്ലാക്ക് മാജിക്? ഇതായിരുന്നു അവരുടെ ചോദ്യം. അപ്പോൾ അങ്ങേര് പറഞ്ഞത്, ഐ ഇൻവൈറ്റ് ദ WHO ടീം ടു കം ടു കോയമ്പത്തൂർ വരിക, നമ്മളുടെ സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുക, ആയുർവേദത്തിൽ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ചികിത്സകളും മരുന്നുകളും ഉണ്ടാക്കണം, ഉൽപ്പാദനം നടത്തണമെന്ന് അന്ന് ഡയറക്റ്റായി കണ്ടിട്ട് ഒരു റിസർച്ച് പ്രോജക്റ്റ് അവിടെ നടത്താൻ അങ്ങേര് റെക്കമെൻഡ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആര്യവൈദ്യ ഫാർമസിയുടെ റിസർച്ച് അപ്രോച്ച് സ്റ്റാർട്ട്. അപ്പോൾ ആ കാലത്ത് 5 കൊല്ലം ഈ റിസർച്ച് നടത്തി ഓൺ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, which had a very positive outcome. Continuing that, 2010 ആയുർവേദ ഫാർമസി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് വാഷിങ്ടൺ അവരായിട്ട് ചേർന്നിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ടും കൊണ്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ തന്നെ അടുത്ത നെക്സ്റ്റ് ലെവൽ ഓഫ് റിസർച്ച് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. വി ആർ ഹാവിങ് വെരി പോസിറ്റീവ് ഔട്ട്കംസ് in terms of presenting to the world that Ayurveda is not just a philosophy, it is a science-based philosophy, or the other way, a philosophy which the outcome of which is science in traditional medicine. Thank you. Thank you. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഈ ഡോക്യുമെൻ്ററിയിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. കാരണം ആയുർവേദത്തിൽ ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള റിസർച്ചൊക്കെ നടക്കുന്നുണ്ടെന്ന് ലോകം അറിയണം. പ്രത്യേകിച്ച് നിങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം തീർച്ചയായിട്ടും ഈ ഡോക്യുമെൻ്ററിയിലൂടെ പുറത്തു വരണം. ഞാൻ വീണ്ടും വരാം, കോയമ്പത്തൂരിൽ വെച്ച് കാണാം. താങ്ക് യു. നമസ്കാരം. ജയ് ഹിന്ദ്. ഡോക്ടർ അനൂപ് ആയുർവേദത്തെക്കുറിച്ച് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നുണ്ട് എന്നറിഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ ആയുർവേദത്തെക്കുറിച്ചൊരു വളരെ വിസ്തരിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഇതിൽ മറ്റ് രാജ്യങ്ങളിലെ ഡോക്ടർമാരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു സംരംഭമാണ്. കാരണം ആയുർവേദത്തിന് പല തെറ്റിദ്ധാരണകളും തനിയെ വരുന്നുണ്ട്, അതിന് പുറമെ വരുത്തുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി എന്താണ് ആയുർവേദം എന്നുള്ളത് ശരിക്കും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ ഡോക്യുമെൻ്ററി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലുള്ള ആയുർവേദത്തിൻ്റെ പല വിഷയങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇതുപോലെ ഓരോന്നും ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. ശരിക്കും ഇതിപ്പോൾ ജനറലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംരംഭത്തിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഭാഗത്തുനിന്നുണ്ട്. അതിനെപ്പറ്റി യാതൊരു സംശയമില്ല. അനൂപ് എൻ്റെ ചിരകാല സുഹൃത്താണ്. തീർച്ചയായിട്ടും ആയുർവേദശാലയുടെ എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും ഇതിന് ഉണ്ടാവും. ഈ ഡോക്യുമെൻ്ററിക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് ഇന്റർനാഷണൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത് മെഡിമിക്സിൻ്റെ ഡോക്ടർ സിദ്ധനാണ് 2000.
അവിടെ നിന്നാണ് പിന്നെ വേൾഡ് ആയുർവേദ കോൺഗ്രസ് ഒക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ആയുർവേദത്തിന് വലിയൊരു വിഷയോട് കൂടി ലോകത്തെ ആയുർവേദത്തിൽ എത്തിക്കണമെന്നുള്ള ഒരു ഒടുമ ഉണ്ടായിരുന്നു ഡോക്ടർ സിദ്ധൻ. ഇതിൻ്റെ മകളാണ് അനൂപ്. അതിന് ഒരാളും ഇങ്ങനെ സിദ്ധന് കിട്ടിയത് ആയുർവേദത്തിൻ്റെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇന്നത്തെ ഡബിൾ ഹെലിക്സ് ഓഫ് ലൈഫ് അതൊരു വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു വാക്കാണ്. ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്നത്, ഹെലിക്സ് എന്ന് പറയുമ്പോൾ ഇത് ജീനോ അല്ലേ, അപ്പൊ DNA ആണ്. അപ്പൊ ആയുർവേദത്തിന്റെ DNA എന്താണെന്ന് കൃത്യമായിട്ട് ലോകത്തെ എത്തിക്കുക എന്നുള്ളതാണ് ഈ സംരംഭത്തിന്റെ ഉദ്ദേശം എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ആദ്യമായിട്ട് ചിലപ്പോൾ ഈ ജീനോംസിനെ കുറിച്ചോ അല്ലെങ്കിൽ DNA കുറിച്ചോ പറഞ്ഞത് ആയുർവേദത്തിലാണ്. വിഷന്നേവ വിഷക്രമേ, അതായത് പാമ്പിൽ നിന്ന് എങ്ങനെ വിഷം വരുന്നു അതുപോലെ തന്നെ വരുമെന്ന് എത്ര കാലം മുമ്പ് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം. അത് വളരെ ഭംഗിയായി ശാസ്ത്രീയമായി എങ്ങനെ മോഡേൺ പാരാമീറ്റേഴ്സും ആയുർവേദ പാരാമീറ്റേഴ്സും ഒരുമിച്ച് കൊണ്ടുപോയി നമ്മുടെ ആയുർവേദത്തിന്റെ തത്വം, അതായത് അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിക്കൊണ്ട്, അതേമാതിരി മാധുമുടി വായിൽ പറഞ്ഞ പോലെ തന്നെ ഈ അനാവശ്യമായിട്ടുണ്ടാകുന്ന ഇതെന്നെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്ന് ലോകത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സംരംഭത്തിന്റെ ഉദ്ദേശം. എൻ്റെ പേര് നീലാൻഡ് മൂസ്. ഞാൻ വൈദ്യരത്നം ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഡോക്ടർ അനൂപ്. ഇങ്ങനൊരു ആയുർവേദത്തിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി എടുക്കുന്നതുകൊണ്ട് വളരെ സന്തോഷം തോന്നി. കാരണം നമുക്കറിയാം, ഇന്ന് അടുത്ത കാലത്തായിട്ട് ആയുർവേദത്തിനെതിരെ ആയിട്ട് വളരെ വ്യാപകമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ആയുർവേദ ശാസ്ത്രത്തെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ പല മേഖലകളിലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമുക്ക് ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഇത്തരം ഈ ഒരു ഡോക്യുമെൻ്ററിക്ക് സാധിക്കും. കാരണം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. അത് ഈ ഡോക്യുമെൻ്ററിയിലൂടെ സാധിക്കുന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആയുർവേദത്തിനെതിരായിട്ടുള്ള എല്ലാ എതിർപ്പുകളെയും നമ്മൾ നഖശിഖാന്തം എതിർക്കാൻ സാധിക്കും ഈ ഡോക്യുമെൻ്ററി എന്ന് യാതൊരു സംശയമില്ല. അതിന് മുൻകൈ എടുത്ത ഡോക്ടർ അനൂപിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഞാൻ ഹരിയൻ നമ്പൂതിരി, ശ്രീധരീയം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്. AVA പ്രൊഡക്ഷൻസ് ആയുർവേദത്തെപ്പറ്റി ഒരു വലിയ ഡോക്യുമെൻ്ററി, ഒരു ഇൻ്റർനാഷണൽ ക്ലാസ്സിലുള്ള ഡോക്യുമെൻ്ററി ചെയ്യുന്നു എന്നറിയുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം ആയുർവേദത്തിൻ്റെ പ്രസക്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ആയുർവേദത്തിൽ വിവിധ സ്പെഷ്യാലിറ്റികളുടെ പ്രാധാന്യവും അതിന് പഴയ കാലം മുതലുള്ള അതിൻ്റെയൊക്കെ ശാസ്ത്രീയതയും ഒക്കെ ഒരുപക്ഷെ ഇന്നത്തെ സമൂഹം കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിരവധി ആളുകൾക്ക് ഇന്നും ഇന്നലെയുമൊക്കെ അഭയമായിരുന്ന ആയുർവേദം തന്നെയാണ്. ഒരുപക്ഷെ നാളത്തെ ഏറ്റവും വലിയ ശാസ്ത്രവും ആയുർവേദം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഡോക്യുമെൻ്ററിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീന്ദ്രൻ നായർ, പങ്കജ കസ്തൂരി. ആയുർവേദ ദ ഡബിൾ ഹെലിക്സ് ഓഫ് ലൈഫ് എന്നുള്ള പേരിൽ AVAയുടെ ഒരു പുതിയ ഡോക്യുമെൻ്ററി ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ആയുർവേദത്തിൻ്റെ ശാസ്ത്രീയത, ആയുർവേദത്തിൻ്റെ സത്ത, എങ്ങനെ ആയുർവേദ ശാസ്ത്രം ജനങ്ങളിൽ ഗുണകരമായി പ്രവർത്തിക്കുന്നു, കഴിഞ്ഞ 5 സഹസ്രാബ്ദങ്ങളായി അതിലുപരിയായി ആയുർവേദം ഇവിടെ നിലകൊള്ളുമ്പോൾ ആയുർവേദം എങ്ങനെ മാനവരാശിക്ക് ഗുണകരമാകുന്നു, ഒരു ശാസ്ത്രം കഴിഞ്ഞ 5 സഹസ്രാബ്ദങ്ങളായി ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയത അത് തന്നെ മതി, ധാരാളം മതി. എന്നാൽ ആധുനിക സമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ശ്രീ അനൂപ്ജി AVA പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കൊണ്ടുവരുന്ന ഈ ഒരു ഡോക്യുമെൻ്ററി ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി അങ്ങേ ആദരിക്കുകയാണ്. വേറൊന്നുമല്ല, അങ്ങയുടെ ഈ ഇനിഷ്യേറ്റീവ് 100% ആയുർവേദത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ശാസ്ത്രം സ്വീകാര്യമാണ്, എല്ലാവർക്കും അറിയാം, നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നിലകൊള്ളുന്നു. പക്ഷേ ആധുനിക സയൻറ്റിഫിക് ഫോറങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടണം. ഇതിൻ്റെ സ്വീകാര്യത എന്താണെന്ന് അറിയണം. എന്നാൽ മാത്രമേ അതിനൊരു പ്രാധാന്യം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ ഈ ഇനിഷ്യേറ്റീവ് വളരെ ബഹുമാനത്തോടു കൂടി ഞാനും പങ്കജ കസ്തൂരി പ്രസ്ഥാനവും എന്നും ഓർക്കും. കാരണം താങ്കൾ ആയുർവേദ മെഡിക്കൽ കോളേജ് നടത്തുന്ന ആളാണ്, താങ്കളൊരു ചികിത്സകനാണ്, പ്രോഡക്ട്സ് വളരെ ഫേമസ് ആണ്, അതുപോലെ തന്നെ ആയുർവേദത്തിൽ പൽപ്പശ്രീ കിട്ടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആയുർവേദ മേഖലയെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞാൻ യഥാർത്ഥത്തിൽ വളരെയധികം തിരക്കുണ്ടായി. ഇത് കാണണം, ഇതിൽ പങ്കെടുക്കണം, ഇതിൻ്റെ കൂടെ ചേരണം. അങ്ങ് ഇത് ചെയ്യുമ്പോൾ നമ്മളൊക്കെ മാറി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രോഗ്രാം മാറ്റിവെച്ചിട്ട് ഞാൻ ഓടിയെത്തുമായിരുന്നു. വളരെ സന്തോഷമുണ്ട് അങ്ങ് ചെയ്യുന്ന ഈ സേവനം. ഇനി ഇത് തുടക്കമാണ്. AVA പ്രൊഡക്ഷൻസിൽ ഇങ്ങനെ ധാരാളം ഇനിയും വരണം. എല്ലാ ഭാഗങ്ങളും
എല്ലാ ആശംസകളും. ഞാൻ ഡോക്ടർ അനിൽകുമാർ, ഞാൻ കേരള ആയുർവേദ ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഞാൻ ആലുവയിലാണ് താമസിക്കുന്നത്. അപ്പോൾ വന്നതിൽ വളരെ സന്തോഷം. നമ്മൾ ഈ ആയുർവേദത്തിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യാമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? അതെ, വളരെ സന്തോഷം. ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയതിൽ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ശരിക്കും ഇതൊരു ആവശ്യമാണ്. നമ്മൾ വളരെ കാലമായിട്ട് പലപ്പോഴും എല്ലാവരും ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ആയുർവേദത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി വേണമെന്ന്. പക്ഷേ അതിന് മിസ്റ്റർ അനൂപ് ഇനിഷ്യേറ്റീവ് എടുത്തതിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ നമ്മളൊരു ക്ലിയർ പിക്ചർ ജനങ്ങൾക്കും ഈവൻ ആയുർവേദ ഫ്രട്ടേണിറ്റിക്ക് തന്നെയും അതൊരു നല്ലൊരു ഉപകാരമായിരിക്കും. കാര്യം ആയുർവേദം എങ്ങനെ തുടങ്ങി, കേരളത്തിൽ എങ്ങനെ ആയുർവേദം വന്നു, ആരൊക്കെയാണ് ആയുർവേദം പ്രചരിപ്പിച്ചത്, പിന്നെ ആയുർവേദത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, ഭാവിയിൽ എന്താണ് നമുക്ക്, ഭാവിയാണ് ഏറ്റവും നമ്മുടെ പ്രശ്നം. അതെ അതെ, പലരും പല ചോദ്യചിഹ്നങ്ങളും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ. അപ്പോൾ വേറെ ആയുർവേദ ഈസ് ടുഡേ മോഡേൺ വേൾഡ്, അതാണ് ഞങ്ങൾ. അതെ, അപ്പോൾ അതിനകത്ത് ആയുർവേദത്തിൽ നമ്മൾ ഫ്യൂച്ചർ ഓഫ് ആയുർവേദം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ മാറണമെന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ്. എങ്ങനെയാണ് ആയുർവേദം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ, എന്തൊക്കെയാണ് നമ്മൾ ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കേട്ട് പറയാൻ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് മുതിരണമെന്നില്ല. ഡോക്ടറുടെ എല്ലാവിധ ഇൻപുട്സും വേണം തീർച്ചയായിട്ടും. എന്തെല്ലാം ഏരിയയിൽ, അതുപോലെ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ആരെങ്കിലും, അതെ അതെ അതെ, തീർച്ചയായിട്ടും എല്ലാ സജഷൻസും വെൽക്കം. തീർച്ചയായിട്ടും. ഏതായാലും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. താങ്ക് യു. ഞാൻ ഡോക്ടർ ഷിനോയ് രാജൻ, ആയുർക്ഷേത്ര ആയുർവേദ ഗ്രൂപ്പിൻ്റെ CMD ആണ്. അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞങ്ങളിങ്ങനെയൊരു ഉദ്യമത്തിനെക്കുറിച്ച് കേട്ടപ്പോൾ വളരെ വളരെ സന്തോഷമാണ് ഉണ്ടായത്. അതിനൊപ്പം നമ്മളുടെ പല ചർച്ചകളിലും എല്ലാവരും, ഇപ്പോൾ അനുപറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് പല ഇങ്ങനെയുള്ള ഡോക്യുമെൻ്ററികൾ എടുക്കുകയും ചർച്ചയിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞങ്ങൾ നേരത്തെ ഗുരുദേവനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി അദ്ദേഹം ചെയ്തപ്പോഴത്തേക്കും പല ചർച്ചകളിലും കേട്ടത്, സാധാരണ സിനിമാ നിർമ്മാതാക്കളെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ബിസിനസ്സിനെ ഓറിയൻറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അദ്ദേഹം അന്ന് ചെയ്തത് ഗുരുദേവനെക്കുറിച്ചുള്ള ഒരു ലാഭേച്ഛ ഇല്ലാത്ത ഒരു പ്രോഗ്രാമായിരുന്നു. അതുപോലെ തന്നെയാണ് ആയുർവേദത്തിലേക്ക് വന്നത്. ആയുർവേദത്തിൽ ഞങ്ങളെപ്പോലെയുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ഭാവി വളരെ സുരക്ഷിതവും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുമൊക്കെ എത്തിക്കാവുന്ന തരത്തിൽ ഒരു ആയുർവേദ ഡോക്യുമെൻ്ററി ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ഇന്ന് എത്തുന്നതിന് മുമ്പ് പോലും പല തലങ്ങളിലും ചർച്ചയ്ക്ക് വിധേയമായ കാര്യമാണ്. എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടിയാണ് കേട്ടത്. എനിക്ക് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ഡീറ്റെയിൽസ് ചോദിച്ച് കോളുകൾ വന്നിരുന്നു. എസ്പെഷ്യലി ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷനെ പ്രതിനിധീകരിക്കുന്ന ഒരു സമയം കൂടി ആയതിനാൽ ഇതെന്താണ് എന്നുള്ളത്, അതുപോലെ തന്നെ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ നേരത്തെ ആളുകൾ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു ലെവലിലുള്ള ടോക്കുകൾ വന്നു. എന്താണെങ്കിലും വളരെ വളരെ അപ്രിസിയേഷൻ അർഹിക്കുന്ന കാര്യമാണ്. സന്തോഷം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്, സംഘടനയുടെ സപ്പോർട്ടും ആവശ്യമുണ്ട്. ഇത് സംഘടനയ്ക്കൊക്കെ വരുന്ന വളരെ ഒരു വലിയ മുന്നേറ്റമാണിത്. സാധാരണ ഞങ്ങൾ ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ഇത് എത്തിക്കാൻ പറ്റും, ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിലാണ് ഈ ഡോക്യുമെൻ്ററി ചെയ്യുന്നത്. വെരി ഗുഡ്. എന്തായാലും സന്തോഷം. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് സജീവ് കുറുപ്പ്. ഞാൻ ആയുർവേദ മന ഹോസ്പിറ്റൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. കൂടാതെ ആയുർവേദ പ്രൊമോഷൻ സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും നാഷണൽ ലെവൽ ഫിക്കിയുടെ ആയുർവേദ ടാസ്ക് ഫോഴ്സ് ചെയർമാൻ കൂടിയാണ്. ആയുർവേദത്തിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ ദിവസവും ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻക്രീസ് ചെയ്തു വരുന്ന സമയത്ത് നമ്മുടെ ഇടയിൽ, അതായത് എസ്പെഷ്യലി കേരളത്തിലും ഇന്ത്യയിലും അതിൻ്റെ കുറച്ച് നെഗറ്റീവ് കമൻസും നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ആയുർവേദത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് അനൂപ് എടുക്കുന്ന ഈ ഡോക്യുമെൻ്ററി എന്താ പറഞ്ഞാൽ വളരെ ആപ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. അത് നീഡ് ഓഫ് ദ അവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ചെയ്യുന്ന സമയത്ത് മൈ സജഷൻ ഈസ്, അത് ഈവൻ ഇഫ് ഇറ്റ്സ് എ ഡോക്യുമെൻ്ററി ഇൻ മലയാളം ഓർ ഇംഗ്ലീഷ്, യു ലവ് ടു ഹാവ് സബ് ടൈറ്റിൽസ് ഇൻ German, French and other languages where we can market, because we do have a lot of contacts. Even the upcoming market is Russian market, so അവിടെയും നമുക്ക് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ എനിവേ, ഓൾ ദ ബെസ്റ്റ്, ഓൾ അവർ സപ്പോർട്ട് വിത്ത് യു. എല്ലാ സപ്പോർട്ടും ഉണ്ടാവും അതിനുള്ള. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ഡോക്ടർ സതീഷ്. ഞാൻ ധന്വന്തരി വൈദ്യശാല എന്ന് പറയുന്ന 90 വർഷം പഴക്കമുള്ള ഒരു കമ്പനി റെപ്രസെൻ്റ് ചെയ്യും. ശരിക്കും 150 വർഷം 200 വർഷം മുമ്പ് ഇവിടെ നിലവിലിരുന്ന ഏക സിസ്റ്റമാണ് ആയുർവേദം, മെഡിക്കൽ സിസ്റ്റം. അന്ന് പൊതുജനാരോഗ്യം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഈ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ശാഖകളും അന്ന് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിരുന്നു. നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചിരുന്നു. പക്ഷേ ഈ 150 വർഷം കൊണ്ട് നമ്മൾ ഈ ആയുർവേദം ശരിക്കും സൈഡ് ലൈൻഡായിപ്പോയി.
കാഴ്ചക്കാരായിപ്പോയി. മോഡേൺ മെഡിസിൻ അതിന് എല്ലാ മേഖലകളിലും തീർച്ചയായിട്ടും അവരുടെ റിസർച്ചിൻ്റെയൊക്കെ മികവുണ്ടാവും. പക്ഷേ ആയുർവേദത്തിൻ്റെ സെൽഫ് എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ തീരെ പരിതാപകരമാണ്. അർഹിക്കുന്ന ഒരു അംഗീകാരവും ആയുർവേദത്തിന് മെഡിക്കൽ വേൾഡിൽ ഇല്ല. ശരി, ഈ ഒരു സംരംഭം, ഈ ആയുർവേദത്തിൻ്റെ ഈ ഡോക്യുമെൻ്ററി ശ്രീ അനൂപിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അർഹിക്കുന്ന ഒരു ലെവലിലേക്ക് ആയുർവേദത്തെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപകരിക്കുന്ന ഉറപ്പാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു, വളരെ സന്തോഷം. താങ്കളുടെ അച്ഛനും ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ പഠിച്ച ആളാണല്ലോ അല്ലേ? അപ്പോൾ ഭാവിയിൽ എങ്ങനെയാണ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഏരിയാസ് ഞാൻ അലോപ്പതി ഡോക്ടർമാരെ കൊണ്ട് തീർച്ചയായിട്ടും ഫലപ്രദമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഷ്യൻസിന് പ്രയോറിറ്റി കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് മോഡേൺ മെഡിസിൻ ആയിരുന്നു. കാരണം എല്ലാത്തിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് യൂറോപ്പ് പാർലമെന്റിൽ നടന്നൊരു മീറ്റിങ്ങിലും അവിടുത്തെ പ്രധാന ചർച്ച അതായിരുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് യൂറോപ്പിൽ എങ്ങനെ ആയുർവേദം പർപ്പസ് ഒന്ന് ഉപയോഗപ്പെടുത്താം. തന്നെയാണ്. അപ്പം സേഫ് ആയിട്ടുള്ള മെഡിസിൻ കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ആയുർവേദത്തിന് മാത്രം. താങ്ക് യു സോ മച്ച്.